ഈ ഒരു വർഷം എല്ലാവർക്കും 2024 പോലെയല്ല, നല്ല അടിപൊളിയായിട്ടൊരു ബ്യൂട്ടിഫുൾ വർഷം നേരട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസിച്ചു കൊള്ളുന്നു. സോ ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ ഓഫ് യു ആൻഡ് മൈ ഫാം. സോ ഈ വർഷം തൊട്ട് എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ, I will be uploading daily videos. I hope so. Means long videos ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഇനി തൊട്ട് മിനി സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തുള്ള ഒരു മിനി സീരീസ് അത് ഞാൻ പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ നോക്കും. എക്സാം പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒന്നും എനിക്ക് ഇടാൻ പറ്റത്തില്ല. ബട്ട് ബേസിക്കലി ഉള്ള എൻ്റെ നോർമൽ കാര്യങ്ങൾ ജസ്റ്റ് ഒരു ഡയറി പോലെ ഞാൻ എൻ്റെ ഈ ചാനൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോവാണ്. സോ ഇത്രയും കാലം ഞാൻ അങ്ങനെ തന്നെയായിരുന്നു ചെയ്യാൻ പ്ലാൻ ചെയ്ത്. പക്ഷെ ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളൊരു തോട്ട് എന്നെ വല്ലാണ്ട് എൻ്റെ ഒരു സെൽഫ് ഗ്രോത്ത് ഒന്ന് സ്റ്റെക്കായി ഇവിടെ നിന്നു. എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഞാൻ ഓരോ വീഡിയോസ് ഇടുമ്പോൾ ഞാൻ ഇമ്പ്രൂവ് ആവുന്നുണ്ട് എന്നുള്ള കാര്യം. ബട്ട് ഒരു വലിയ ഗ്യാപ്പ് എടുത്തിട്ട് ഞാനത് ചെയ്യുമ്പോൾ എനിക്ക് ആ ഇമ്പ്രൂവ്മെന്റ് കാണിക്കാൻ പറ്റുന്നില്ല. സോ ഐ തോട്ട് ഒരു മിനി വ്ളോഗ് തന്നെ നമുക്ക് മീൻസ് ഷോർട്സിൽ തന്നെ നമുക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാമെന്ന്. ആൻഡ് വേറെന്താ ഒന്നുമില്ല. സോ ഇന്നത്തത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. ഇനി 2 days കൂടി എനിക്ക് ബാക്കിയുള്ളൂ. ആ ഒരു 2 ദിവസം എനിക്ക് മിക്കവാറും ലോങ് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് പിന്നെ ന്യൂ ഇയറും ആണല്ലോ എന്ന് കരുതിയാണ് ഞാൻ ലോങ് വീഡിയോ ചെയ്യുന്നത്. സോ ടുഡേ ഐ ഹാഡ് എന്തായിരുന്നു, കപ്പയും ചിക്കനായിരുന്നു രാവിലെ തന്നെ. വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടോളൂ. ദെൻ പിന്നെന്ത്, ഞാൻ സ്റ്റെക്കായി പോകുന്നുണ്ടല്ലേ. ഓക്കെ, ഇനിയിപ്പം ഇപ്പം ഓൾറെഡി 12:45 ആയി. എനിക്ക് 12 മണിക്ക് കണ്ണൂരെത്തി ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട് ശ്രീചന്ദിൽ ന്യൂറോൻ്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യം മീൻസ് ഒരു ലോങ് ബ്രേക്ക് എടുത്ത് ഞാൻ 6 months തൊട്ട് ഒരു ഷോർട്ട് വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയിരുന്നല്ലോ. മീൻസ് 6 months ആവും. ഞാൻ ഓഗസ്റ്റിൽ എങ്ങാനും ഒരു ഷോർട്സ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6 months കഴിഞ്ഞിട്ടാണ് ഞാൻ 6 or 7 months കഴിഞ്ഞിട്ടാണ് ഞാൻ കോളേജിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ 6 or 7 months എനിക്ക് ആശുപത്രിവാസങ്ങളായിരുന്നു. ആൻഡ് ഐ ലോസ്റ്റ് മൈ ഫേവറേറ്റ് പേഴ്സൺ. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഐ വാസ് എക്സ്പെക്ടിങ് വൺ ഡേ ഹി വിൽ ലീവ് മീ. ബട്ട് അത് വളരെ പെട്ടെന്നായിരുന്നു. ഒന്നാമത് ഞങ്ങൾ ഫാമിലി ഫുള്ളി ഡൗൺ ആയിരുന്ന ടൈമായിരുന്നു എല്ലാം കൂടി സംഭവിച്ചത്. സോ ഐ ലോസ്റ്റ് മൈ പപ്പ കഴിഞ്ഞ വർഷം August 8th. ഇനിയും കുറേ പേര് അത് അറിയാനുണ്ടെന്ന് തോന്നുന്നു. എന്നെ അറിയുന്ന കുറേ പേർക്ക് എന്നെ ഇപ്പോഴത് അറിഞ്ഞുകൂടാം. സോ എൻ്റെ പപ്പേനെ എനിക്ക് എന്നേക്കുമായി August 8th നഷ്ടമായി. ഓക്കെ ഒരു മിനിറ്റ്. പിന്നെ എനിക്ക് എൻ്റെതായ തന്നെ കുറേ ഹെൽത്ത് ഇഷ്യൂസ് കാരണമായിരുന്നു എനിക്ക് കോളേജിലോട്ട് തിരിച്ചു പോകാൻ പറ്റാണ്ടിരുന്നത്. അതിൽ ഒരു റീസണാണ് നമ്മൾ ഇന്ന് ന്യൂറോയെ കാണാൻ പോകുന്നത്. എനിക്ക് കുറച്ച് കാലമായിട്ട് കൈ ഭയങ്കര വിറയലും പിന്നെ ഒരു സൈഡ് വേദന, ഭയങ്കര ഹെഡേക്ക്, അങ്ങനെയുള്ള പ്രശ്നങ്ങളായിരുന്നു. അതായിരുന്നു എനിക്ക് മെയിൻലി കോളേജിൽ പോകാൻ പറ്റാതെ. എനിക്ക് മീൻസ് ഞങ്ങൾക്ക് ലിഫ്റ്റ് ഇല്ല, എനിക്ക് സ്റ്റെപ്പ് കയറി വേണം കോളേജിലോട്ട് പോകാൻ. അപ്പം എനിക്ക് ഡെയിലി ആ സ്റ്റെപ്പ് കയറുന്ന പ്രശ്നമാണ്. രാവിലെ എണീക്കുന്നത് തന്നെ ഒന്നിക്കലും വൊമിറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ ബാലൻസ് പോയിക്കൊണ്ടായിരിക്കും ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ മീൻസ് വീട്ടിൽ തന്നെ എണീക്കുന്നത്. എന്നെ എങ്ങനെ എൻ്റെ പാരൻസ് ട്രസ്റ്റ് ചെയ്ത് കോളേജിലേക്ക് അയക്കും. ഓക്കെ, വാട്ടവർ. ഇപ്പം ഏകദേശം എൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ വരുന്നുണ്ട് വിത്ത് ഗോഡ്സ് ഗ്രേസ്. സോ അങ്ങനെ തന്നെ പോട്ടെ. ഇനിയും ഈ വർഷം നമുക്ക് അതുകൊണ്ട് അടിച്ചു പൊളിക്കാനുള്ള വർഷമാണ്, കഴിഞ്ഞ കാലത്തെ പോലെ അല്ല. ദെൻ നൗ ഇപ്പം നമുക്ക് സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം നമ്മൾ ന്യൂറോയെ കണ്ടിട്ട് വന്നിട്ട് എന്താണ് ഇപ്പോഴത്തെ എൻ്റെ ഹെൽത്തിൻ്റെ അവസ്ഥ എന്ന് തീരുമാനിക്കുക. മെയിൻലി ന്യൂറോനെ കാണിച്ചപ്പം എൻ്റെ കൈവറിയാലും ന്യൂറോളജി മീൻസ് നെർവ്സിനൊന്നും ഇഷ്യൂസ് ഇല്ല. ഇറ്റ്സ് മെയിൻലി ബിക്കോസ് ഓഫ് ആൻസൈറ്റി, ഡിപ്രഷൻ, അങ്ങനെയുള്ള സംഭവങ്ങൾ കാരണമാണ് സംഭവിച്ചിട്ടുള്ളത്. മെയിൻലി എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ടായിരുന്നു. മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ട് ഒരു പ്രാന്ത് എന്ന് ഇനി ആരും ചിന്തിക്കേണ്ട. മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ല എന്ന് പറയുന്നത് മെഡിക്കൽ ടേമിലുള്ള ഒരു മീൻസ് മെഡിക്കലി ഫീൽഡിലുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ കുറച്ചെങ്കിലും മെഡിക്കൽ നോളേജ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ മനസ്സിലാവും മെൻ്റൽ ഹെൽത്ത് എന്താണെന്നുള്ളത്. മെയിൻലി ഇപ്പം നമ്മൾ വീഡിയോസെല്ലാം കാണുന്നത്, അതുകൊണ്ട് അങ്ങനെ ഇത്
നോളജ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. റീൽസിലും ബാക്കി ഷോർട്സിലും ഒക്കെ ആയിട്ട് നമ്മളെ മെൻ്റൽ ഹെൽത്തും അല്ലാണ്ടുള്ള ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ടൈമാണ് നമ്മളിപ്പോൾ. സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് മെഡിക്കലിലോട്ടും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ്. സോ മെൻ്റൽ ഹെൽത്ത് വാസ് നോട്ട് ഗുഡ്. എൻ്റെ കുറേ പ്രഷേഴ്സ് കാരണമായിരുന്നു എനിക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത്. സോ നമുക്ക് ഇക്കൊല്ലം അതങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നോ ലെറ്റ്സ് ഗോ. ഇപ്പം ഞാൻ ഡ്രസ്സ് ചെയ്ത് റെഡി ആയിട്ടുണ്ട്, ബട്ട് ഇനി ഹെയറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി. ഓക്കെ, സോ ഞാനിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ന്യൂറോനെ പോയി കൺസൾട്ട് ചെയ്ത് വന്നിട്ട് ഡോക്ടർ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. മെയിൻലി ഞാൻ ന്യൂറോനെ ഇപ്പം കാണിക്കുന്നത് മൈഗ്രെയിൻ ഇഷ്യൂസ് ആയിട്ടാണ്. സോ ഈ വിറയലിൻ്റെ കാര്യം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്താ പറയുന്നതെന്ന് നോക്കാം. ഓക്കെ, ഡോക്ടറെ കാണിച്ചിട്ട് വന്നു. ഇപ്പം വീട്ടിലെത്തിയതേ ഉള്ളൂ. ഒരു 4 o'clock വീട്ടിലെത്തിയത്. 12:45 ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയത്. സോ അത് കഴിഞ്ഞ് അവിടുത്തെ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്ക് 4 മണിയായി. ഫുഡൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ടാണ് വന്നത്. സോ ആദ്യം ന്യൂറോനെ കാണിച്ചത് പറയാം. ന്യൂറോനെ കാണിച്ചപ്പോൾ 1 month കൂടി മെഡിസിൻസ് എഴുതി. ബിക്കോസ് എനിക്ക് മൈഗ്രെയിൻ കുറയുന്നില്ല, വോമിറ്റിംഗ് ഒക്കെ കൂടുകയാണ് ചെയ്തത്. സോ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻ എഴുതിയിട്ടുണ്ട്. സോ മെയിൻലി ഇത് ടെൻഷൻ കാരണമാണ് വരുന്നത് കൊണ്ട് ഒന്ന് ആൻസൈറ്റിൻ്റെ ഡോക്ടർ കൂടി, അതായത് സൈക്കാട്രിസ്റ്റിനെ കൂടി ഒന്നും കൂടി കാണിക്കാൻ പറഞ്ഞു. ഇന്ന് കാണിക്കാൻ ഇനി എനിക്ക് ടൈമില്ല. സോ ഇനി അടുത്ത പ്രാവശ്യം കൂടി ഞാനൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. 3 months കൂടി വേണ്ട വരും ഞാനൊന്ന് കാണിക്കാൻ എനിക്ക് ടൈം കിട്ടെ. പിന്നെ PCOS എനിക്കുള്ളത് കൊണ്ട് അതിൻ്റെ ഡോക്ടറെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. കാരണം എനിക്ക് 2-3 months ആയിട്ട് പീരീഡ്സ് ആവുന്നില്ല. സോ അതിനെ കൊണ്ട് കാണിച്ചപ്പം യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരു ഇച്ചിരി ഇൻഫെക്ഷൻ്റെ പ്രശ്നമുണ്ട്, അതർവൈസ് ഓൾ ഗുഡ്. എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു, മെഡിസിൻ എഴുതി. ഒരാഴ്ചയും കൂടി പീരീഡ്സ് ആയിട്ട് മീൻസ് ആയില്ലെങ്കിലും 1 week കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്ന് മെഡിസിൻ കഴിക്കാൻ പറഞ്ഞു. സോ ദാറ്റ്സ് ഇറ്റ്. ഹോസ്പിറ്റൽ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ടാന്ന് തോന്നുന്നു അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ക്ലാസ്സിൽ ദിവസം നോക്കണ്ട, പിള്ളേരൊക്കെ എന്തായാലും ഉണ്ടാകുന്ന ടൈമാണ്. ബട്ട് നല്ല തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എനിക്ക് കണ്ണൂരിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഒരു ബെറ്റർ ട്രീറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് തോന്നുന്നത് കേട്ടോ ശ്രീചന്ദ്. ഞങ്ങൾ എന്ത് വന്നാലും ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് അവിടേക്കായിരിക്കും. മെയിൻലി എല്ലാം ഞങ്ങൾക്ക് പെട്ടെന്ന് ട്രീറ്റ് ചെയ്ത് കിട്ടാറുണ്ട്. സോ ഞങ്ങൾക്ക് അതൊരു ബെസ്റ്റ് ഹോസ്പിറ്റലായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് അവർ പറഞ്ഞിട്ട് റിവ്യൂടുന്നൊന്നുമല്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. സോ അത്രയ്ക്കുള്ളൂ. ആൻഡ് അപ്പം അങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റൽ വിശേഷങ്ങൾ. ഇന്നത്തെ ന്യൂ ഇയറിൻ്റെ രാവിലത്തെ ദിവസം മുഴുവൻ അങ്ങനെ പോയി. ഇനിയിപ്പം ഇനി വൈകുന്നേരത്തെ പരിപാടികൾ നോക്കണം. ഫുഡ്, പിന്നെ കുറച്ച് വീട്ടുപണികൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വേറൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ കൂടി എനിക്ക് പറയാനുണ്ട്. സോ നമുക്ക് ആ പ്രൊഡക്റ്റ് എന്താണെന്ന് കാണാം. പ്ലിക്സിൻ്റെ ആൻറ്റി ഹെയർ ഫോൾ അഡ്വാൻസ്ഡ് ഷാമ്പു, പ്ലിക്സ് റോസ്മേരി ആൻറ്റി ഹെയർ ഫോൾ അഡ്വാൻസ്ഡ് ഷാമ്പു ആൻഡ് കണ്ടീഷണർ. ഓക്കെ, ഷാമ്പു ആൻഡ് കണ്ടീഷണർ. ഇത് വാങ്ങിയതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടില്ലെങ്കിലും, ബട്ട് നമുക്ക് എന്താ പറയുക, നല്ല രീതിക്ക് ഹൈഡ്രേറ്റഡ് ആയിട്ടും ഡാൻഡ്രഫിനെ കുറിച്ച് ഇത് ട്രീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഒരുപാട് എന്ന് പറയുന്നില്ല, അത്യാവശ്യം ഡാൻഡ്രഫുകൾ നമുക്ക് ഹെയറിന് റിമൂവ് ചെയ്യാൻ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഹെയർ ഫോളും എനിക്ക് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിലെന്ന് വെച്ചാൽ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. കണ്ടീഷണർ നമ്മളെ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സിൽക്കായിട്ട് വെക്കുന്നുണ്ട്. സോ ഇതിൻ്റെ കോംബോ ആയിട്ട് വരുന്നത്
1000 സംതിങ് ആണ്. ഇതിൻ്റെ ലിങ്ക് വേണ്ടവർ താഴെ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. സോ ഇന്ന് ന്യൂ ഇയർ ആണ്. കുറച്ച് ദിവസം കഴിഞ്ഞ് ഹെയർ വാഷ് ചെയ്തിട്ട്. സോ ഇന്ന് ഹെയർ വാഷ് ഡ്യൂട്ടി ഉള്ള ദിവസമാണ്. ഞാൻ അതൊക്കെ ചെയ്ത് വരാം. ചിലപ്പോൾ നമ്മൾ ഇന്നൊരു കേക്ക് ഉണ്ടാക്കുമായിരിക്കാം. നമുക്ക് നോക്കാം. അമ്മ ഒന്നും തീരുമാനിച്ചില്ല, അറിഞ്ഞുകൂടാ. നമുക്ക് നോക്കാം അതെന്താണെന്ന് അവസ്ഥ ആണ്. സോ ഹെയർ വാഷൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഹോസ്പിറ്റലിൽ പോയതല്ലേ, ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് ബാക്കി സംസാരിക്കാം നമുക്ക്. ഓക്കെ ഓക്കെ. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ആദ്യം ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റണം. സോ നമുക്ക് ആദ്യം അതൊക്കെ മാറ്റാം. ദിസ് ഈസ് മൈ ഫേവറേറ്റ് ബ്രേസ്ലെറ്റ്. എനിക്ക് എൻ്റെ ദീദിമ വാങ്ങിച്ചു തന്നതാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഓക്കെ, നമുക്ക് ആദ്യം ചെന്നിട്ട് റിമൂവ് ചെയ്യാം. ഹി ഹി ഹി. ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിയതാ. അയ്യോ. സോ ഗൈസ്, ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഒരു സംഭവം കണ്ടത്. പുറത്താറിയിട്ട തുണി ഈ നിമിഷം വരെയായിട്ട് ഞങ്ങൾ ആരും എടുത്തു വെച്ചില്ല. സോ അമ്മ വരുന്നതിന് മുമ്പേ അത് എടുത്തു വെച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ചീത്ത കിട്ടും. എനിക്ക് തനിയെ ചീത്ത കിട്ടും. അവനാണത് അറിയിട്ടത്. അവനിപ്പം ജിമ്മിൽ പോയി. സോ നമുക്കത് എടുത്തു വെക്കാം. ആദ്യം അത് ചെയ്യാം. നമ്മളങ്ങനെ തുണികളൊക്കെ എടുത്ത് വെച്ചു. ഇനി നമുക്ക് ഐലൈനർ ലിപ്സ്റ്റിക്കും കളയാം. ബിക്കോസ് ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ഞാനൊരു കോമ്പാക്ട് പൗഡർ ആയിരുന്നു യൂസ് ചെയ്ത്. ആൻഡ് മൈ യൂഷ്വൽ ലിപ്സ്റ്റിക് ആൻഡ് മൈ ഐലൈനർ. അത് രണ്ടും പിന്നെ ഒരു ചൊട്ടി. മീൻസ് ബിന്ദി ചിലപ്പോൾ ഞാൻ ഒഴിവാക്കിയെന്ന് വരും. ബട്ട് ഐലൈനർ ആൻഡ് ലിപ്സ്റ്റിക് അത് രണ്ടും ഇല്ലാണ്ട് പൊതുവേ ഞാൻ പുറത്ത് പോവാറ് വളരെ വളരെ റെയർ സംഭവം. അത് ചില ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ. മീൻസ് ഇന്നത് യൂസ് ചെയ്താൽ മാത്രമേ ഒരു കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ. അതുപോലെ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് സാധനങ്ങളാണ്. ഒന്ന് എൻ്റെ ഐലൈനറും എൻ്റെ ലിപ്സ്റ്റിക്കും. സോ യൂഷ്വൽ ജോയുടെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾ ഫേസ് വാഷൊക്കെ ഇട്ട് ഫേസും ലിപ്സൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. കാണാൻ ഒറിജിനൽ കോലം. ഈ കോലം നിങ്ങൾ കാണാത്തൊന്നല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. സോ ഞാൻ ചൊട്ട നേരത്തെ ഞാൻ എടുത്ത് വെച്ചതാണ്. ലെറ്റ്സ് ഡു ആർ ഹൗസ് ഹോൾഡ് വർക്ക്സ്. ഇനി നമുക്ക് അടിച്ചു വാരാനും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ അമ്മ വന്നാൽ മാത്രമേ ബാക്കി എന്തൊക്കെ വീട്ടിൽ പണികൾ ബാക്കിയുണ്ടെന്ന് എനിക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ മോട്ടറും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. തന്നെ അവിടെ കിടന്ന് വിളിക്കും. സോ ലെറ്റ്സ് ഡു ബാക്കി വർക്ക്സ്. സോ ഗൈസ്, ഇതാണ് മേര മദർ. ഇവിടെ എന്താ മദറെ ചെയ്യുന്നത്? എന്നാ ചെയ്യുന്ന? മീൻ മുറിക്കുന്നത്. ഈ മീൻ എന്തിനാ നമ്മൾ മുറിക്കുന്നത്? എന്തിനമ്മ അച്ചാറാക്കുന്ന? എന്തിനാമ്മ പറ പറ. നമ്മൾ എന്തിനാ അച്ചാറാക്കുന്നത്? ഗൈസ്, ഈ അച്ചാറ് ഈ മീന് നമ്മൾ അച്ചാറാക്കി ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. പിന്നെ ഈ കൂക്കിക്കൊണ്ടിരിക്കുന്നവൻ നമുക്ക് ഇന്ന് രാത്രിത്തെ ഫുഡാണ് ഗൈസ്. കപ്പയും എന്തായിരുന്നു? ഇത് ബീഫാണോ കപ്പയാണോ? സോറി ഗൈസ്, ഇതിലുള്ളത് ബീഫും. കപ്പ ഇവിടെ എവിടെയോ ആക്കി വെച്ചിട്ടുണ്ട്. ഈ കപ്പ എവിടെ നിന്നാ കിട്ടിയെന്ന് വെച്ചാല് രാവിലെയും കപ്പയായിരുന്നു, രാത്രിയും കപ്പയായിരുന്നു. കപ്പ അമ്മമ്മ ആക്കിയ കപ്പയാണ് ഗൈസ്. അമ്മമ്മേൻ്റെ കപ്പയാണ്. സോ മദർ ഇവിടെ പണിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൽ എൻ്റെ കൈ വേണോന്ന് ചോദിച്ചാൽ വേണ്ടല്ലോ അമ്മേ. വെറുതെ എൻ്റെ കൈ ചെന്ന് ഇല്ല പണി കൂടുതലാക്കണ്ടല്ലോ. സോ ഇതേ നമ്മളെ കപ്പ കാണാൻ. സോ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. സോ ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്ന് ഞാൻ വീഡിയോ എടുത്തില്ലാണ്. ആദ്യമായിട്ടാണ് ഞാൻ കപ്പി ബീഫും കഴിക്കണം.
സൂപ്പർ. ഇപ്പം ഞാൻ സമാധാനത്തിൽ ഇത് കഴിച്ചിട്ട് വരാം. സോ ദിസ് ഈസ് ഹൗ ഐ സ്പെൻഡ് മൈ ന്യൂ ഇയർ. അടിപൊളിയായിരുന്നോ ചോദിച്ചാൽ നിങ്ങൾ കണ്ടില്ലോ. എപ്പോഴും എനിക്കിങ്ങനെയാണ്, വെക്കേഷന് നാട്ടിൽ വന്ന ഒന്നിക്കൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അവിടെ ഇവിടെ അങ്ങനെ ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിട്ട് സമയം പോയിക്കൊണ്ടേയിരിക്കും. വീട്ടിലിരിക്കാൻ റെയർലിയാണ് എനിക്ക് സമയം കിട്ടാറ്. സോ നാളെയെങ്കിലും വീട്ടിലിരിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഞാനുള്ളത്. ലെറ്റ് സീ എന്തായിരിക്കും നാളത്തേക്ക് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. സോ ഇനി എപ്പോഴെങ്കിലും നമുക്കിതുപോലെ ലോങ് വീഡിയോയിൽ സംസാരിച്ചിരിക്കാൻ പറ്റട്ടെ. ഐ ഹോപ്പ് എല്ലാവർക്കും നല്ലൊരു അടിപൊളി 2025 ആയിരിക്കട്ടെ എന്നുള്ളത്. ഹെൽത്തി ആയിട്ടും ഹാപ്പി ആയിട്ടും പോസിറ്റീവ് ആയിട്ടും ഇരിക്കുക. ഒരു നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരണ്ട. എല്ലാം നമുക്ക് ഇപ്രാവശ്യം പോസിറ്റീവാണ്. ഒരു ദുരന്തങ്ങളും നമ്മളെ ലൈഫിലോട്ടോ നമ്മളെ ഫാമിലിയിലോട്ടോ വരാണ്ടിരിക്കട്ടെ. എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. സോ നെക്സ്റ്റ് ലോങ് വീഡിയോയിൽ കാണാം. ടാറ്റാ.